122ാമത് മാരാമൻ കൺവെൻഷൻ മണൽപ്പുറത്ത് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സ്റ്റാൾ പ്രവർത്തിക്കുവാൻ ഈ വർഷം ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരു അവസരം ഒരുക്കി തന്ന മാർത്തോമാ സുവിശേഷ സംഘത്തിനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. എല്ലാ വർഷവും ഇങ്ങനെ ഒരു സ്റ്റാൾ ക്രമീകരിക്കുന്നത് കൊണ്ട് ബൈബിൾ സൊസൈറ്റിയെപ്പറ്റി ജനങ്ങൾക്ക് കൂടുതൽ അറിയുവാനും വേദപുസ്തകമായിട്ട് അടുത്ത് ഇടപെടുവാനും ഇടയാകുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് മലയാളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമേറിയവർക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ഏതാണ്ട് 50ഓളം ഇനത്തിലുള്ള മലയാളം ബൈബിളുകൾ പിഞ്ച് പൈതങ്ങൾ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക്, പ്രായമുള്ളവർക്കും കാഴ്ച കുറഞ്ഞവർക്കുമൊക്കെ വലിയ അക്ഷരത്തിലുള്ള ബൈബിളുകൾ ധാരാളം എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ സ്റ്റാളിൽ നിന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും റെഗുലറായിട്ട് വന്ന് ഓരോ വർഷവും ബൈബിൾ സൊസൈറ്റി ബുദ്ധാർഡർ പ്രസിദ്ധീകരിക്കുന്ന മലയാളം ബൈബിളുകൾ കാണുവാനും അത് വാങ്ങിക്കുവാനും ഉള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ഞാൻ ബൈബിൾ സൊസൈറ്റി വന്നിട്ട് ഇപ്പോൾ 18 വർഷമായി. ഈ 18 വർഷമായിട്ട് റെഗുലറായിട്ട് വന്ന് ഓരോ വർഷവും ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന ബൈബിളുകൾ നേരിട്ട് കണ്ട് നോക്കി മനസ്സിലാക്കി വാങ്ങുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ഇങ്ങനൊരു അവസരം മാർത്തോമാ സഭ നമുക്ക് ബൈബിൾ സൊസൈറ്റിക്ക് തരുന്നത് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു.
And I want to take you from that world now, just for a moment. I want to bring you home with me to my mother and my brother in the very first part of my life. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ അമ്മയുടെയും എൻ്റെ സഹോദരൻ്റെയും ജീവിത അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ അല്പനേരത്തേക്ക് ക്ഷണിക്കട്ടെ. I want you to come home with me, and I hope in your imagination you can do that. ഞാൻ നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഭാവനയിലെങ്കിലും നിങ്ങൾ എന്നോടൊപ്പം എൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. When I was a small child, my mother and my father divorced. ഞാൻ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങി. My father's lawyers wrote a letter to my mother, which I still have, ordering her with her 2 children to leave the family home. എൻ്റെ പിതാവിൻ്റെ അഭിഭാഷകൻ, ഞാൻ ഇപ്പോഴും ആ കത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത്. എൻ്റെ അമ്മയും 2 കുഞ്ഞുങ്ങളും ആ ഭവനത്തിൽ നിന്ന് പോകണം എന്ന് ഞങ്ങളെ പ്രത്യേകമായി ആജ്ഞാപിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഞങ്ങൾക്ക് ലഭിച്ചു. They gave my mother 1 week to get out. എൻ്റെ അമ്മയ്ക്ക് ആ ഭവനം വിട്ടു പോകുവാൻ, കുഞ്ഞുങ്ങളുമായ ഭവനം വിട്ടു പോകുവാൻ എൻ്റെ പിതാവ് നൽകിയത് ഒരാഴ്ച മാത്രമാണ്. But my father didn't wait that long. He went straight away, and I never saw him again. എന്നാൽ എൻ്റെ പിതാവ് ഒരാഴ്ച പോലും കാത്തു നിന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം ആ സ്ഥലം വിട്ടു. ഞാൻ പിന്നെ എൻ്റെ പിതാവിനെ കണ്ടിട്ടേയില്ല. We were homeless for some months, and the worst winter in English history since the Second World War was about to happen. ഞങ്ങൾ ഇതാ ആ നാളുകളിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഭവനമില്ലാത്തവര്, ഭവനരഹിതരായി തീർന്നു. ചരിത്രത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൊടിയതായ ഒരു വലിയ ഒരു തണുപ്പ് കാലത്തെയാണ് ഞങ്ങൾ കാത്തിരുന്നത് ആ പ്രത്യേകമായ കാലഘട്ടത്തിൽ. My mother had 2 small boys. എൻ്റെ അമ്മയ്ക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം. And she had to go out to work. ഈ കുഞ്ഞുങ്ങളോടൊപ്പം അല്ലെ അവരെ അവിടെ ഇട്ടിട്ട് ഓരോ ദിവസവും എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകുവാൻ നിർബന്ധിതയായി തീർന്നു. She worked in factories and carried very heavy loads. And for a woman built the way she was, it was not good work at all. എൻ്റെ അമ്മ ഒരു വ്യവസായശാലയിൽ വളരെയധികം ഭാരമുള്ള ചുമടുകൾ എടുക്കേണ്ട ജോലിയാണ് ചെയ്തത്. എൻ്റെ അമ്മയുടെ ശാരീരിക സ്ഥിതി വെച്ച് ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് അത് ചെയ്യുവാൻ പ്രാപ്തിയില്ലായിരുന്നു. In the end, the work was too much and her body broke, and so we had nothing. ആ ജോലി ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ അമ്മയുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു. ജോലിക്ക് പോകുവാൻ കഴിയാതെയായി. പിന്നെ മറ്റൊരു ജോലിയുമില്ല. My brother and I would go scavenging on tips where people were throwing their rubbish away to see if we could rescue anything that could be sold or was worth a penny or 2. ഞാനും എൻ്റെ സഹോദരനും അവിടെയൊക്കെ അന്വേഷിച്ച് നടന്ന ചപ്പു ചവറുകളുടെ നിന്ന് എന്തെങ്കിലും അതിലുണ്ടായിരിക്കുമോ, ഒരുപക്ഷെ ഒരു നാണയമോ ചില്ലറ തുട്ടുകളോ ഉണ്ടായിരിക്കുമോ എന്ന് അന്വേഷിച്ച് ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. In the winter, we would have frozen to death. Winters in England, and that was going to be a very bad one, are very cold, and you have to have a fire to keep you warm and to cook your food. We had no money to buy anything. ഒരുപക്ഷേ ആ ഒരു മഞ്ഞുകാല തണുപ്പ് കാലത്ത് ഞങ്ങൾ തണുത്തു വിറച്ച് മരിച്ചു പോകുമായിരുന്നു. കാരണം ഇംഗ്ലണ്ടിലെ അത്ര കഠിനമായ തണുപ്പിൽ ഒരു നല്ല തീയില്ലായിരുന്നുവെങ്കിൽ, തീയുടെ ചൂടില്ലെങ്കിൽ ആർക്കും അവിടെ ജീവിക്കുവാൻ കഴിയുകയില്ല. ആ ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. So we went out with our sacks every morning, my brother and I, to collect wood or whatever would burn in order to keep the fire alight. ഓരോ ദിവസവും ഞാനും എൻ്റെ സഹോദരനും ഒരു ചെറിയ ചാക്കുമായി യാത്ര തിരിച്ചു. എവിടെയെങ്കിലും അല്പം വിറക് ലഭിക്കുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ. കാരണം ഈ വിറക് കൊണ്ടുവന്ന് ആ തീ കത്തിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ കഴിയുമായിരുന്നത്. I was 16 years of age before we ate meat at home, before we could afford it. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ അല്പം മാംസഭക്ഷണം ഞങ്ങൾ രുചിച്ചു നോക്കുന്നത്. Although I was a student of literature, I was 16 before I owned my first book. ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും 16 വയസ്സിന് ശേഷമാണ് എനിക്ക് സ്വന്തമായി ഒരു ചെറിയ പുസ്തകമെങ്കിലും വാങ്ങുവാൻ കഴിഞ്ഞത്. So my mother and her 2 boys grew up in this difficult way, and my first years of consciousness were lived according to those conditions. അത്യന്തം കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് എൻ്റെ അമ്മയും ഞങ്ങളും വളർന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസവും എൻ്റെ മനസ്സാക്ഷിയും
എൻ്റെ ചിന്താരീതികളും ആ ഒരു സാഹചര്യത്തിലാണ് പരുവപ്പെട്ടത് വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. We were the lowest class there was in our town, and the parents of decent homes did not want their children to mingle with us. ഞങ്ങളുടെ പട്ടണത്തിൽ ഏറ്റവും താഴേക്കിടയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ പട്ടണത്തിലുണ്ടായിരുന്ന ഒരുപക്ഷെ അല്പം കൂടെ സാമൂഹികമായി ഉന്നതിയിലുണ്ടായിരുന്നവർ ആരും അവരുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം കളിക്കുവാനോ ഇടപെടുവാനോ അനുവദിച്ചിരുന്നില്ല. My mother couldn't stand the church. ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ ദൈവാലയത്തിൽ പോകുവാനോ അവരുമായി ഇടപെടുവാനോ സാധിക്കുമായിരുന്നില്ല. She refused to go, and she had reasons for refusing to go. പള്ളിയിൽ പോകാതിരിക്കുന്നതിന് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. And she used to say to me, I'm not going near that church because the preachers would have too much to preach about when they see me sitting there. ഒരിക്കലും ദൈവാലയത്തിൽ പോകാത്തതിനെ പറ്റി എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്, ഞാൻ ദൈവാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അന്നത്തെ പ്രസംഗകർക്ക് ഞാനാകും പിന്നെ പ്രസംഗ വിഷയം, എന്നെ കണ്ടുകൊണ്ടായിരിക്കും അവരുടെ പ്രസംഗം പിന്നെ മുൻപോട്ട് തുടരുക എന്നതാണ്. So as I grew up as a small boy in that little village, ആ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ബാലകനായി ഞാൻ വളരുമ്പോൾ I had to ask myself, how can it be that a woman as wonderful as my mother, because she was fantastically wonderful, how is it that such a woman is afraid to go to church because they will condemn her? ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിരുന്ന ചോദ്യം, ഞാൻ ഏറെ സ്നേഹിച്ച, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയോടെ ഞാൻ കണ്ട ഉദാത്ത നിലയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മാതാവ് ഒരു ദൈവാലയത്തിൽ പോകുവാനോ ആ ദൈവാലയവുമായി ഇടപെടുവാനോ കഴിയാത്ത തരത്തിൽ അവരെ ദൈവാലയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്ത് എന്ന വലിയ ചോദ്യമായിരുന്നു. Why do churches opt for moralizing stances when it's good news they're supposed to preach? എന്തുകൊണ്ടാണ് സഭകൾ ദൈവത്തിൻ്റെ നല്ല സദ്വർത്തമാനം, നല്ല വാർത്തകൾ പറയേണ്ടിയെടുത്ത് നിരന്തരമായി സദാചാരത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? Why do they settle for negativity when they look around them outside the church instead of embracing positively the good they can find in that outside world? ദൈവാലയത്തിന് ചുറ്റുമുള്ള സമൂഹത്തിലെ സർഗാത്മകതകളെ തിരിച്ചറിയാനും അതിനെ ആശ്ലേഷിക്കാനുമുള്ള സാധ്യതകളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് സഭകളും മതവും നിരന്തരമായി നിഷേധാത്മകതകൾ മാത്രം ചിന്തിക്കുകയും അതിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നത്? Why are they so legalistic and judgmental when Jesus was able to say that he transcended the law and showed a new human face on it? യേശുക്രിസ്തുവിന് എല്ലാ തരത്തിലുള്ള നിയമങ്ങളെ അതിജീവിക്കുവാനും ദൈവത്തിൻ്റെ മനുഷ്യ മുഖത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സഭയും മതങ്ങളും നിരന്തരമായി ന്യായവിധിയും ന്യായ പ്രസ്താവങ്ങളും കുറ്റാരോപങ്ങളും മാത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? When I was a boy, the churches were like that in our town. ഞാൻ ഒരു ബാലകനായിരിക്കുമ്പോൾ എനിക്ക് പരിചിതമായ സഭകളെല്ലാം ഇത്തരത്തിലുള്ള സഭകളായിരുന്നു. We were taught in Sunday school how Jesus turned water into wine. എല്ലായ്പ്പോഴും ഞായറാഴ്ചയുള്ള വേദപഠന ക്ലാസ്സുകളിൽ യേശുക്രിസ്തു എങ്ങനെയാണ് വെള്ളത്തെ വീഞ്ഞാക്കിയതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. We were confident that the churches in our town would be very able to turn wine back into water. എന്നാൽ എൻ്റെ ബാല്യകാലത്തുണ്ടായിരുന്ന സഭകളൊക്കെ അവരുടെ രീതികൾ കൊണ്ട് വീഞ്ഞിനെ നിരന്തരമായി വെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. So why is it that I went to Sunday school if my mother felt all those things? ഇത്രമാത്രം ഈ ദൈവാലയത്തെയും ആത്മീയതയും വെറുത്തിരുന്ന ഒരു മാതാവ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സൺഡേ സ്കൂളിൽ പോയത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. Because at that time she was working in a factory 6 days a week, and on Sunday she wanted her kids out of the way so that she could relax, have a cigarette and clean the little house that we were living in. 6 ദിവസവും എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെടുകയും വ്യവസായശാലയിൽ അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് ഞായറാഴ്ചയെങ്കിലും ഞങ്ങളെ സൺഡേ സ്കൂളിലേക്ക് അയച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയും അല്പമൊന്ന് ജീവിതത്തിൽ കുറച്ച് സമയം വിശ്രമിക്കുകയും ചെയ്യുവാൻ എൻ്റെ അമ്മ താല്പര്യപ്പെട്ടു. അതാണ് കാര്യം. So my brother and I went to the Sunday school sent by a mother who didn't have any time for the church.
ഒരിക്കലും ദൈവാലയത്തിൽ പോകുവാൻ താല്പര്യമോ സമയമില്ലാതിരുന്ന ഒരു മാതാവിനാൽ സൺഡേ സ്കൂളിലേക്ക് അയക്കപ്പെട്ടവരാണ് ഞാനും എൻ്റെ സഹോദരനും. And if it was left to us, we'd have left the church as quickly as we could. ഞങ്ങൾ അവിടെ സൺഡേ സ്കൂൾ തീരുന്ന ഉടനെ തന്നെ എത്രയും വേഗം തന്നെ ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. Indeed, my brother left like lightning at the earliest possible moment. ഏറ്റവും ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ എൻ്റെ സഹോദരൻ ആ പള്ളിയിൽ നിന്ന് ഒരു മിന്നൽ പിണർ പോലെ അപ്രത്യക്ഷമാകുമായിരുന്നു. So why did I stay? It's a good question. എന്നാൽ ഒരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ടാണ് ഞാൻ പിന്നെയും അവിടെ കറങ്ങി ഒക്കെ നിന്നത്? It was because I sat and passed an examination, an academic examination at my school. I didn't know I was sitting it. I didn't know how important it was. It was what the teacher gave me. I did it and I passed. എൻ്റെ സ്കൂളിലെ ഒരു പ്രത്യേകമായ പരീക്ഷ, അത് എത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് അറിയാതെ തന്നെ എൻ്റെ അധ്യാപിക ആ പരീക്ഷയിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും അതിലെനിക്ക് ഉന്നത വിജയം വരിക്കുകയും ചെയ്തിരുന്നു. And so I was faced with the prospect of going to a middle upper class school. This rag of a boy who never had socks for his feet. I didn't wear underclothes till I went to university. I had no pajamas. I had nothing. And I was now faced with going to this school where well-off people, rich people, sent their children. കോളേജിൽ പോകുന്നവരെ മാന്യമായൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാതിരുന്ന, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്ന എന്നെ പോലൊരു കുട്ടി അന്ന് മധ്യവർഗക്കാരും ധനവാന്മാരും ഒക്കെ പഠിക്കുന്ന ഒരു നല്ല സ്കൂളിലേക്ക്, ഒരു വിദ്യാലയത്തിലേക്ക് പോകുവാൻ ഈ പരീക്ഷയിൽ ജയിച്ചതിലൂടെ എനിക്ക് അവസരം ലഭിക്കുകയായിരുന്നു. And so in the Sunday school class one Sunday I overheard, it was very bad of me, it wasn't intended for me, but I overheard six working class women discussing me and my mother. ഒരിക്കൽ ഞാൻ കേട്ടത് ഏതാണ്ട് 6-7 വനിതകൾ അവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെ ഫാക്ടറികളിലൊക്കെ വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്ന ചില സ്ത്രീകൾ എന്നെ പറ്റി എൻ്റെ അമ്മയെ പറ്റിയും ചില കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ എനിക്കിടയായി തീർന്നു. And they were asking what my mother could do to buy my uniform, to equip me with books, to make it possible for me to go and hold my head up because I'd passed that exam. ഈ പരീക്ഷ പാസ്സായതുകൊണ്ട് ഈ വലിയ സ്കൂളിലേക്ക് പോകുവാൻ തക്കവണ്ണം എങ്ങനെയാണ് എൻ്റെ അമ്മ അതിനു വേണ്ടതായ വസ്ത്രങ്ങളും യൂണിഫോമും മറ്റ് അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ എനിക്ക് വാങ്ങി നൽകുന്നത് എന്നതിനെപ്പറ്റി അവർ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കാനിടയായി. And those ladies, those working class ladies, I heard them with my own ears. They pledged themselves to put the smallest coin, 1 penny each per week, into a fund that would buy my uniform, buy my books and send me to school. എന്നാൽ ഞാൻ കേട്ടത് അവിടെയുള്ള ഏറ്റവും സാധാരണക്കാരും ദരിദ്രരുമായ ഈ 6-7 സ്ത്രീകൾ ചേർന്ന് അവർക്കുണ്ടായിരുന്ന ഏറ്റവും ചെറിയ അവരുടെ സമ്പാദ്യമൊക്കെ ഒരുമിച്ച് ചേർത്ത് എനിക്ക് വേണ്ടി, എന്നെ വിദ്യാലയത്തിൽ അയക്കുവാൻ വേണ്ടി, എൻ്റെ അമ്മയെ സഹായിക്കുവാൻ വേണ്ടി അവർ നൽകുവാനെടുക്കുന്ന തീരുമാനമാണ് എനിക്ക് കേൾക്കാനിടയായത്. And I was impressed. I, who had little time for the teaching of the church, I was impressed that people believed something in this place that led them to want to be generous for a child who was a nobody in order to enable him to go and have a good education. ആ സഭയിൽ, ആ ഇടവകയിൽ ഇങ്ങനെ ചിലരുണ്ടെന്നും അവരുടെ ജീവിതത്തിൻ്റെ ത്യാഗവും സ്നേഹവും കരുണയും കൊണ്ട് ആരുമല്ലാതായിരുന്ന, ആ സമൂഹത്തിൽ ആരുമല്ലാതായിരുന്ന എന്നെ പോലൊരു കുട്ടിയെ പരിരക്ഷിക്കുവാനും കരുതുവാനും അവർ സമയവും സാവകാശവും താല്പര്യവും എടുക്കുന്നുവെന്നതും എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചു. That's what kept me in the church, a sense of loyalty, not a faith, a sense of loyalty to people ready to be generous to me to help me receive my education. എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ മഹാമനസ്കരായ ചിലരെ കണ്ടതുകൊണ്ടും അവരുടെ ജീവിതത്തിൻ്റെ കരുണ കൊണ്ടുമാണ് ഞാൻ ആ സഭയിൽ തുടരുവാൻ തീരുമാനിച്ചു. ഒരിക്കലും ആ സഭയിൽ എനിക്ക് ലഭിച്ച വിശ്വാസം കൊണ്ടായിരുന്നില്ല. And so I stayed in the church, but I had never forgotten my mother's skepticism about the church. ഞാൻ ആ ഇടവകയിൽ തുടർന്നും പങ്കെടുത്തുവെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക്
ആ ഇടവയോടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സന്ദേഹവും അവിശ്വാസവും എൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. Why couldn't these lovely people in this church in South Wales, lovely people I was to discover, I enjoyed them, they were good people. Why, when the people outside the church thought of them, they thought of them so negatively? Why? എന്തുകൊണ്ടാണ് ഈ സഭയിലുള്ള അവരൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല തരത്തിൽ ഇടപെടുന്നവരാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചുറ്റുപാടുമുള്ളതിനെ പറ്റി, സമൂഹത്തെ പറ്റി അവർ നിഷേധാത്മകമായി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചില്ല. Some people come to faith because of a fine liturgical congregation that they belong to and they're impressed by it. ചിലരൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നത് വളരെ മനോഹരമായ ആരാധനകൾ ക്രമീകരിക്കുന്ന, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന, ആരാധനയിൽ പങ്കുചേരുന്ന ഒരു ആരാധന സമൂഹത്തെ കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം. Other people come to church because of doctrine that they think is ennobling, is uplifting, is fine doctrine, correct doctrine. They come for doctrinal reasons. മറ്റു ചിലരാകട്ടെ ഒരു സഭയുടെ വിശ്വാസ സംഹിതകളെ പറ്റിയുള്ള ധാരണയും അതിൽ ആകൃഷ്ടരായി അതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയായിരിക്കാം. Some people, like the people in ancient Corinth, come because there's a priest or a minister whom they like and admire, and they come for personal reasons. ഒരുപക്ഷെ കൊരിന്തിലെ പോലെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചില സഭകളിലെ അവിടെയുള്ള നേതാക്കന്മാരും അവിടെയുള്ള പ്രസംഗകരുടെയും വാക്കുകളിലോ പ്രസംഗത്തിലോ ആകൃഷ്ടരായിട്ടായിരിക്കാം അവർ ആ സഭയുടെ അംഗങ്ങളായി തീരുന്നത്. Or because of the architecture, the aesthetic style of the church they're joining. അവർ ചേരുവാൻ പോകുന്ന ആ സഭയുടെയോ ആ ദൈവാലയത്തിൻ്റെയോ മനോഹരമായ ശില്പചാതുരിയിൽ ആകൃഷ്ടരായിരിക്കാം ഒരുപക്ഷെ ചിലരൊക്കെ ചില ദൈവാലയത്തിലോ ചില സഭയിലോ അംഗങ്ങളായി തീരുവാൻ താല്പര്യപ്പെടുന്നത്. I remained in the church for quite different reasons. എന്നാൽ ഞാൻ പറയട്ടെ, ഇതിൽ നേരെ വ്യത്യസ്തമായ ചില കാരണങ്ങളാലാണ് ഞാൻ സഭയിൽ തുടർന്നത്. I stayed in the church because I had found people whose message, whatever it was, and I still needed to find that, whose message turned them from being self-preoccupied into generous, outward-looking, charitable people. I liked that. എന്നാൽ ഞാൻ സഭയിൽ തുടരുവാൻ കാരണമായി തീർന്നു. ഞാൻ അവിടെയുള്ള ചിലരെ കണ്ടെത്തി. കാരണം അവരുടെ ജീവിതം അവരുടെ വിശ്വാസത്തെ പോലെ തന്നെ മഹാമനസ്കതയുള്ളതും മറ്റുള്ളവരെ കരുതുന്നതും ആ സഭയും അവിടെയുള്ള ചില വ്യക്തികളെയും എനിക്ക് ആദരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സഭയിൽ തുടരുവാൻ തീരുമാനിച്ചത്. And I discovered then from the epistles of John a verse that was to become my favorite biblical verse, or at least my biggest biblical challenge. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആത്മീക വെല്ലുവിളിയായി, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ പ്രിയപ്പെടുന്ന ഒരു വാക്യശകലമായി ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു വാക്യം ഇതുമായി ഏറെ ബന്ധമുള്ളതാണ്. How can you say you love God whom you don't see if you don't love your neighbor whom you do see? നീ കാണുന്ന നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് ചോദിക്കുന്നു. It is not the task of the church to be inward looking, to cultivate a sense of togetherness, if that means that we lose the capacity to look outwards into the world and to address its needs, to hear its cries, to get on with the business of bringing a smile to people's faces and an encouragement in their lives. ലോകത്തിലേക്ക് നോക്കുവാനും ലോകത്തിൻ്റെ വേദനകളെയും ലോകത്തിൻ്റെ പ്രതിസന്ധികളെയും ലോകത്തിൻ്റെ സാഹചര്യങ്ങളെയും കാണുവാനും അവിടേക്ക് ഒരു പുഞ്ചിരിയോ ഒരു നന്മയോ ഒരു സന്തോഷമോ പങ്കുവയ്ക്കുവാൻ കഴിയാതെ ഒരു സഭയ്ക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ട് ആ സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ മാത്രം ക്രമീകരിച്ചുകൊണ്ട് ആ സഭയ്ക്ക് ഉൾഭാഗം മാത്രം ഭംഗിയാക്കുന്ന പ്രവർത്തനത്തിൽ നാം എന്തുകൊണ്ട് തുടരണം? And so Christians must draw on the wells of faith. They must cultivate all the advantages of fellowship. തീർച്ചയായും ക്രിസ്തീയ വിശ്വാസികൾ എപ്പോഴും അവർ തമ്മിലുള്ള കൂട്ടായ്മ ഏറെ ശക്തീകരിക്കേണ്ടവരാണ്. But that is always for one end only. It is to address the needs of the world and thereby to glorify Almighty God. സഭയ്ക്കുള്ളിലെ കൂട്ടായ്മ നാം ശക്തീകരിക്കുകയും അതിനുവേണ്ടി സമയവും കഴിവുകളും ചെലവഴിക്കുകയും ചെയ്യേണ്ടത് ലോകത്തിൻ്റെ ശുശ്രൂഷകരായി തീരുവാനും ലോകത്തിനു വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിലും ശുശ്രൂഷയിലും മുൻപോട്ട് പോകുവാൻ വേണ്ടി മാത്രമാണ് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു.
I've taken my story this far. I might well take it a little further later. ഇത്രത്തോളം ഞാൻ എൻ്റെ ജീവിത കഥയും എൻ്റെ വിശ്വാസവും നിങ്ങളുമായി പങ്കുവച്ചു. ഒരുപക്ഷെ തുടർന്നുള്ള എൻ്റെ ഒരുമിച്ചുള്ള സംഭാഷണങ്ങളിൽ, പ്രസംഗങ്ങളിൽ എൻ്റെ ഈ കഥയും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള വഴികളും അധികമായി നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. All I know is this: God is good all the time. All the time. God is good. ദൈവം നല്ലവനാണ്. അവൻ എല്ലാ കാലത്തും നല്ലവൻ തന്നെയാണ്. ആമേൻ.